ഇതുവരെ കാണാത്ത ആളുകൾ എന്ന് വെച്ചാൽ മറ്റു പാർട്ടികളുടെയൊക്കെ നേതാക്കളായ ആളുകൾ പുഷ്പചക്രവുമായി അവിടെ കാത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ പുഷ്പചക്രം അർപ്പിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആളുകളെ കാണുന്നില്ല, നമ്മൾ ഉയർത്തി നിർത്തിയ പുഷ്പചക്രങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പതുക്കെ ആ പുഷ്പചക്രങ്ങൾ അനങ്ങുന്നത് കാണാം. എന്തായാലും ഒരു പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ DC ഓഫീസിനകത്ത് നടക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഒരു ഒറ്റ നോട്ടത്തിന് വേണ്ടി 1-2 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഒറ്റ നോട്ടത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി എത്രയോ മനുഷ്യർ, ഇവിടെ നിന്നൊക്കെയോ എത്തിയ അനേകായിരം മനുഷ്യർ, അവരെയാണ് നമ്മൾ പോയ മണിക്കൂറുകളിലൊക്കെ കണ്ടത്. ഇനി സംസ്കാരം വരെയുള്ള മണിക്കൂറുകളിലും കാണാനിരിക്കുന്നത് അതുതന്നെയാണ്. ഈ 1-2 സെക്കൻഡ് ആ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ എത്രമാത്രം വലിപ്പമുള്ള സമയമായിരിക്കും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കുത്തരമില്ല. നാടിനായി, ദേശത്തിനായി, ആ നാട്ടിലെ പീഡിപ്പിക്കപ്പെടുന്നവന് വേണ്ടി, പീഡിതന് വേണ്ടി, അരികവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി, അധ്യസ്ഥന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, കർഷകന് വേണ്ടി 100 വർഷം ജീവിച്ച, ഒരു നൂറ്റാണ്ട് ജീവിച്ച ഒരു മനുഷ്യന് വേണ്ടി ഒരു പകലെങ്കിലും മാറ്റിവെച്ചില്ലെങ്കിൽ അത് സ്വത്വത്തോട് ചെയ്യുന്ന അനീതിയായിരിക്കുമെന്ന ബോധ്യത്തിന് പുറത്ത് ഒരുമിച്ച് കൂടിയ പരിശുദ്ധ മനുഷ്യർ, അവരെയാണ് നമ്മൾ ഇന്നലെ മെനിഞ്ഞാന്ന് ഈ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ പല കോണുകളിലായി കണ്ടത്. അതിൻ്റെ ആവർത്തനം മാത്രം, അതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണം. പുറത്ത് പെരുമഴ പെയ്യുന്നുണ്ട്. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഓപ്പൺ സ്പേസിലാണ് പൊതുദർശനം തീരുമാനിച്ചിരുന്നത്. പെരുമഴ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയണം. DC ഓഫീസിന് മുന്നിലും ഒക്കെയായി തടിച്ചുകൂടിയ മനുഷ്യരോട് നേരത്തെ തന്നെ പാർട്ടി നേതാക്കൾ പറഞ്ഞ് നിങ്ങൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകുക, അവിടെ കുറേ അധികം സമയമുണ്ടാകും, അവിടെ എല്ലാവർക്കും കാണാൻ അവസരമുണ്ടാകും എന്നായിരുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് മാറിയ കുറേ അധികം മനുഷ്യരുണ്ട്. അപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ മഴ ഇങ്ങനെ തകർത്തു പെയ്തു കഴിഞ്ഞാൽ എന്താകും ഈ പൊതുദർശനം എന്നൊരു ചോദ്യം ഇപ്പോൾ ബാക്കിയാകുന്നുണ്ട്. പക്ഷേ മഴ മാറി നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഒക്കെ പ്രതീക്ഷ. അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യരുടെയും ഒക്കെ പ്രതീക്ഷ VS അവസാനമായി യാത്ര പറയാൻ വരുമ്പോഴെങ്കിലും മഴ മാറി നിൽക്കുമെന്നതാണ്. ഇനിയിപ്പോൾ മഴ മാറി നിന്നില്ല എങ്കിൽ കൂടിയും ആ മനുഷ്യർക്കൊക്കെ അവസാനമായി നോക്കിക്കാണാനുള്ള സൗകര്യം അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ അവിടെ ഉണ്ട്. എന്നാൽ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്കുള്ള ഒരു വിലാപയാത്ര കൂടി ഇനി നടക്കാനുണ്ട്. അതെപ്പോൾ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഈ സമയം നേതാക്കൾക്ക് ഉത്തരമില്ല. കാരണം ഒന്നും മുൻനിശ്ചയിച്ച പ്രകാരമല്ല. പഴയ സമയക്രമമൊക്കെ പാടെ തെറ്റിച്ചിട്ടുണ്ട്. ഈ ഇരമ്പിയാർത്ത മനുഷ്യരുടെ, ഈ പാരാവാരം കണക്കെ വന്ന മനുഷ്യരുടെ ഈ വരവ് എല്ലാ സമയക്രമങ്ങളും തെറ്റിച്ചതാണ് നമ്മൾ കണ്ടത്. ഇനിയും ഈ സംസ്കാരം വരെയുള്ള ഒരു കാര്യവും ഇപ്പോഴത്തെ ഘട്ടത്തിൽ അതിനൊരു സമയം കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി DC ഓഫീസിൽ നിന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എപ്പോൾ മാറ്റാൻ കഴിയുമെന്നതാണ് ചോദ്യം. റിക്രിയേഷൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ അറബിക്കടലിൻ്റെ ഓരത്താണ്. നിശ്ചയമായും ഈ സമയം തന്നെ അറബിക്കടലിൻ്റെ ഓരത്ത് മറ്റൊരു മനുഷ്യ മഹാസാഗരമുണ്ടാകും. കാരണം വീട്ടിലും DC ഓഫീസിലുമൊക്കെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലേക്ക് വരുന്നവർ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകലായിരിക്കും നല്ലത് എന്ന ഒരു നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കുമൊക്കെ നേരത്തെ നേതാക്കൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അവിടെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴും ആ മുദ്രാവാക്യം വിളികൾ, ഞാൻ ആ വിയോഗ നിമിഷം മുതൽ മുടങ്ങിയ മുദ്രാവാക്യം വിളികൾ, റെഡ് സല്യൂട്ട് വിളികൾ, ഇൻകിലാബ് വിളികൾ, കണ്ണേ കരളെ വിളികൾ, ഞങ്ങൾ ചങ്കില റോസാപ്പൂവെ വിളികൾ, ഒരു ഇടതടവുമില്ലാതെ, തടസ്സമേതുമില്ലാതെ, മുടക്കങ്ങളില്ലാതെ അതിങ്ങനെ ഒരു അലയൊലിയായി അന്തരീക്ഷത്തിൽ പടർന്നുകൊണ്ടേയിരുന്ന മണിക്കൂറുകൾ, അതിൻ്റെ തുടർച്ച, അതാണിപ്പോഴും കാണുന്നത്. എന്തായാലും നേതാക്കളെല്ലാം DC ഓഫീസിൽ സമയമുണ്ട്. എൻ്റെ പഴയ തട്ടകത്തിലേക്ക് അവസാനമായി VS വരുന്നത് അതൊരു നോക്കു കാണാൻ, അത് ആഗ്രഹിച്ചെത്തിയ കുറേ മനുഷ്യർ എന്ന് വെച്ചാൽ VS ആ പഴയ തട്ടകത്തിലേക്ക് തൻ്റെ വളർച്ചയിലെ നിർണായകമായൊരു നാഴികക്കല്ലായിരുന്ന DC ഓഫീസിലെ അദ്ദേഹം പഴയ സെക്രട്ടറി ആയിരുന്ന കാലത്തെ ഓർമ്മകളൊക്കെ, ഒരു ഓർമ്മ ചിത്രങ്ങളായി സമയം ആലപ്പുഴയിലെ മുതിർന്ന പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവണം. അപ്പോൾ അവസാനമായി ഇവിടെ യാത്ര പറയാൻ വേണ്ടി DC ഓഫീസിലേക്ക് VS വരുന്നത് അത് തീർച്ചയായും വൈകാരികമായ ഒരു സന്ദർഭമാണ്. അതിലൊരു സാക്ഷിയാവുക എന്ന നിലക്കാണ് ഇപ്പോൾ അത്രയും മനുഷ്യർ DC ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര നേതാക്കളെല്ലാം അവിടെയുണ്ട്. വിമൻ ബസു അടക്കമുള്ള കേന്ദ്ര നേതാക്കളും
MA ബേബി, പിണറായി വിജയൻ, MV ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും SRP അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം മന്ത്രിമാരടക്കമുള്ളവരൊക്കെ ആൾക്കൂട്ടത്തിന് എവിടെയോ പ്രമുഖരൊക്കെ ഉണ്ട്. പക്ഷേ ഒരാൾക്കൂട്ടം മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മന്ത്രിമാരുണ്ട്, മുതിർന്ന പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, നേതാക്കളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ VSനെ കാണാൻ വേണ്ടി വന്ന, VSന് അന്ത്യാഭിവാദ്യം നേരാൻ വേണ്ടി വന്ന ഒരാൾക്കൂട്ടം മാത്രമാണത്. അതിനിടയിൽ ഉള്ള വ്യക്തികളെ മാത്രം നമുക്ക് തികഞ്ഞെടുത്ത് പറയുക അസാധ്യമാണ്. ഇങ്ങനെ ഒരു ചിത്രമാണ് നമ്മൾ മെനഞ്ഞാന്ന് വൈകുന്നേരം മുതൽ കണ്ടുകൊണ്ടിരുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്നതാണ്. മനുഷ്യരെ കാണുന്നില്ല. അവർ ഉയർത്തിപ്പിടിച്ച പുഷ്പചക്രങ്ങൾ നമുക്ക് മുകളിൽ കാണാം. പതുക്കെ ആ പുഷ്പചക്രങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, അനങ്ങുന്നത് കാണാം. ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന വിളിയാളങ്ങൾ മെനഞ്ഞാന്ന് മുതൽ നമ്മൾ അന്തരീക്ഷത്തിൽ അലയൊലിയായി കേൾക്കുന്നുണ്ട്. അങ്ങനെ കഴിയാവുന്ന ആളുകളൊക്കെ ഇന്നലെ ദർബാർ ഹാളിൽ നിന്ന് VSൻ്റെ വീടായ വേദിക്കകം വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കാത്തുപാർക്കുന്ന മനുഷ്യരുടെ, കഴിയാവുന്ന ആളുകളുടെയൊക്കെ കയ്യിൽ ഓരോ റോസാപ്പൂക്കളുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ കണ്ട ചിത്രം. ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവ എന്ന വിളിക്കൊപ്പം അവസാനമായി VS വിട ചോദിച്ച് കടന്നു പോകുമ്പോൾ ഒരു റോസാപ്പൂവെങ്കിലും അർപ്പിക്കാൻ വേണ്ടി കയ്യിൽ റോസാപ്പൂക്കളും കരുതി നിന്ന അനേകായിരം മനുഷ്യരെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ആ പുഷ്പസമർപ്പണം അങ്ങനെ തന്നെ തുടരുന്നു എന്നതാണ്. എത്രയായിരം പൂക്കൾ ഇതിനകം VS ഏറ്റുവാങ്ങിയിട്ടുണ്ടാകും എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരമില്ല. ജീവിച്ചിരിക്കുമ്പോൾ, രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോൾ, മന്ത്രിയായിരിക്കുമ്പോൾ, ഭരണാധികാരിയായിരിക്കുമ്പോൾ, സമരനായകനായിരിക്കുമ്പോഴൊക്കെ പലകുറി പുഷ്പങ്ങൾ ഏറ്റുവാങ്ങിയ, പൂക്കൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ, അനിതര സാധാരണമായ ഒരു കരിയർ അവകാശപ്പെടാനുള്ള, ഒരു പോരാട്ട ജീവിതം, സമരജീവിതം അവകാശപ്പെടാനുള്ള ഒരു നൂറ്റാണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ വിടവാങ്ങുമ്പോൾ അങ്ങനെ പുഷ്പങ്ങൾ പെയ്തുകൊണ്ടേയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DC ഓഫീസിനകത്ത് ഇപ്പോഴും പൊതുദർശനമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. DC ഓഫീസിനകത്ത് പൊതുദർശനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ എപ്പോഴും വ്യക്തതയില്ല. കാരണം അതിനുള്ള ഒരുക്കങ്ങളോ ക്രമീകരണങ്ങളോ നടത്താനുള്ള ഒരു ശ്രമങ്ങൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അത് സാധ്യമല്ല എന്ന് അതിനകത്ത് കാണാം. കാരണം അത്രമേൽ ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് DC ഓഫീസിനകത്തുള്ളത്. അതിനിടയിൽ ഒരു പൊതുദർശനം സാധ്യമാകുമോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്കിപ്പോഴില്ല. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി അറിയണം. വിജിൻ വായാന്തോട് അവിടെയുണ്ട്. വിജിൻ, ഇനിയിപ്പോൾ പെരുമഴ പെയ്താൽ തന്നെയും അവിടെ തടിച്ചുകൂടിയ ആളുകൾക്കൊക്കെ കാണാൻ ഉള്ള സംവിധാനം, സൗകര്യം റിക്രിയേഷൻ ഗ്രൗണ്ടിലുണ്ടോ വിജിൻ? തീർച്ചയായും പെരുമഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആളുകൾ എവിടെയും മാറിപ്പോയിട്ടില്ല. VSനെ അവസാന നോക്ക് കണ്ടിട്ടേ പോകുള്ളൂ, VSന് അന്തിമോപചാരം അർപ്പിച്ചേ പോകുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഈ പ്രദേശത്ത് റീക്രിയേഷൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്തും റീക്രിയേഷൻ സെൻറ്ററിലുമായി ഉള്ള ആളുകൾ ഒക്കെ ഉള്ളത്. വലിയ ജനാവലി തന്നെ ഇവിടത്തേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് VSൻ്റെ മൃതശരീരം എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ, അരമണിക്കൂർ എന്നുള്ളതാണ് പാർട്ടി ഓഫീസിലെയും പൊതുദർശനം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ അരമണിക്കൂർ കൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് അറിയില്ല. എന്തായാലും അത് കഴിഞ്ഞ് ആണ് VSൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അവസാനത്തെ പൊതുദർശന കേന്ദ്രമായ റീക്രിയേഷൻ സെൻറ്ററിലേക്ക് എത്തുക. നമുക്ക് കാണാം, വളണ്ടിയർമാരുണ്ട്, ആളുകൾ, നേതാക്കൾ, പ്രവർത്തകർ, നാട്ടുകാർ, ഒപ്പം തന്നെ പുന്നപ്രയുടെ പ്രിയപ്പെട്ട സമരനായകനെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ കൂടി നിൽക്കുകയാണ്. അവസാനമായി ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരുടെ ഒരു വലിയ നിര, സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഈ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ MLA മാർ, ജനപ്രതിനിധികൾ, നിലവിലെ MLA മാർ ഉൾപ്പെടെയുള്ളവർ എല്ലാം ഈ ഭാഗത്താണ് VSന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇരിക്കുന്നത്. അതിന് അപ്പുറത്തെ ഭാഗത്താണ് നാട്ടുകാരും ഒപ്പം തന്നെ VSനെ സ്നേഹിക്കുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ആളുകളും ഒക്കെ ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ VSന്റെ മൃതശരീരം ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് എത്തിച്ച മൃതദേഹം അത് അവിടെ ഉള്ള ആളുകൾക്ക് പൂർണ്ണമായും അന്തിമോപചാരം അർപ്പിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ശേഷമായിരിക്കും ഇങ്ങോട്ട് എത്തിക്കുക. വരുന്ന വഴിയിൽ വലിയ ജനക്കൂട്ടമാണ്, തൊട്ടടുത്ത കടലാണ്. ആ കടലിന് അപ്പുറമുള്ള ജനസാഗരമാണ് നിലവിൽ ഈ ഭാഗങ്ങളിൽ ഒക്കെ ഉള്ളത്. അത് രാവിലെ മുതൽ ഏകദേശം പുലർച്ചയോടെ തന്നെ ഈ റീക്രിയേഷൻ സെന്ററിലാണ് പൊതുദർശനം നടക്കുന്നത്. അവിടെയാണ് കൂടുതൽ സൗകര്യം എന്നറിഞ്ഞുകൊണ്ട് എത്തിയ ആളുകളാണ് അവരൊക്കെയും. പല സ്ഥലങ്ങളിൽ നിന്ന്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിന്റെ ഇങ്ങേയറ്റം വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ആളുകളുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊതുദർശനവും വിലാപയാത്രയും ഒക്കെ നടക്കുമ്പോൾ കണ്ടത് ഓരോ പ്രദേശങ്ങളിലെയും ഒപ്പം തന്നെ അതിന് അടുത്തുള്ള കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെയും ഒക്കെ ആളുകളാണ് വിലാപയാത്രയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയതെങ്കിൽ അതെല്ലാം കടന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, പൂർണ്ണമായും VS-നെ സ്നേഹിക്കുന്ന ആളുകൾ, CPM പ്രവർത്തകർ, കേരളത്തിൽ VS ചെയ്ത കാര്യങ്ങളിൽ അത്രയും വ്യക്തമായ ധാരണയുള്ള ആളുകൾ, ഒപ്പം തന്നെ കൗമാരക്കാർ ഉൾപ്പെടെ VS-നെ പറ്റി അറിഞ്ഞ ആളുകൾ, VS-നെ പറ്റി കേട്ടറിഞ്ഞ ആളുകൾ, അങ്ങനെ എല്ലാവരും ഈ പൊതുദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. എന്തായാലും എത്ര മണിക്ക് പൊതുദർശനം പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകളിലേക്ക്, വലിയ ചുടുകാടിലേക്ക് VS-ന്റെ മൃതശരീരം എത്തിക്കാൻ കഴിയും എന്നറിയില്ല. ഇപ്പോഴും മുദ്രാവാക്യം വിളികളുടെ പ്രതിധ്വനികൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് മഴയൊക്കെ അവഗണിച്ചാണ് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. VS-ന്റെ കണ്ണേ കേരളേ VS എന്നുള്ള മുദ്രാവാക്യം അതൊരു പക്ഷേ കേരളത്തിൽ മറ്റൊരു നേതാവിന് അത്തരം ഒരു മുദ്രാവാക്യം വിളിയുടെ അലയൊടി കേരളം ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. നായനാർ മരിച്ച ഘട്ടത്തിൽ, ഒപ്പം തന്നെ കരുണാകരൻ മരിച്ച സമയത്തും, അതിനുശേഷം ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത്, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച സമയത്തൊക്കെ കേട്ടിരുന്നു അത്തരം മുദ്രാവാക്യം വിളികൾ. പക്ഷേ VS-ന് അത് മറ്റൊരു തരത്തിലാണ്. കാരണം VS അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു നാടിന് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഒരു ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്ര ആരംഭിച്ചപ്പോൾ ഒരുപക്ഷെ അത്രയും വലിയ ജനക്കൂട്ടമൊന്നും ഉണ്ടാകില്ലായിരിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. കാരണം ഈ ദർബാർ ഹാൾ കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് PMG-യിലേക്കൊക്കെ വിലാപയാത്ര കടന്നു പോകുമ്പോൾ അത് ചെറിയ ആളുകളുടെ ഒരു കൂട്ടമായി, സിറ്റിയിൽ ഉള്ള ആളുകളുടെ ഒരു കൂട്ടമായി, പ്രത്യേകിച്ച് ടൗൺ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള വെറുമൊരു ആൾക്കൂട്ടം മാത്രമായിരിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ, പക്ഷേ അത് കഴിഞ്ഞ് പട്ടത്തേക്കും, അത് കഴിഞ്ഞ് കേശവദാസപുരത്തേക്കും, പിന്നീട് ഉള്ളൂരിലേക്കും, അത് കഴിഞ്ഞ് ശ്രീകാര്യത്തേക്കുമൊക്കെ എത്തുമ്പോൾ കൂടുതൽ ആളുകൾ ഒരു വലിയ ജനസാഗരമായി VS-ന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്ന കാഴ്ചയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരായ സജി ചെറിയാൻ, ഒപ്പം തന്നെ ഇവരൊക്കെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സമയക്രമം കൃത്യമായി പാലിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് നിലവിൽ എന്തായാലും ഈ പൊതുദർശനവും വിലാപയാത്രയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീക്കർ AN ഷംഷീറുണ്ട്, ഒപ്പം തന്നെ മറ്റ് നേതാക്കൾ, ദേശക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾ, എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ മുൻനിരയിലുണ്ട്. അല്പസമയത്തിനകം പാർട്ടി ഓഫീസിലെ പൊതുദർശനം പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രി കൂടി ഇങ്ങോട്ടെത്തും. ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാകുന്നവരെ മുഖ്യമന്ത്രിയും ഈ പൊതുദർശനത്തിന്റെ സമയത്തൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. AKG സെന്ററിലായാലും, ഒപ്പം തന്നെ ദർബാർ ഹാളിലായാലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ഘട്ടങ്ങളിലൊക്കെ അവസാനിക്കുന്നവരെ മുഖ്യമന്ത്രി VS-ന്റെ മൃതശരീരത്തിന് അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ആളുകൾ ഒക്കെ എത്തുന്ന സമയത്തൊക്കെ മുഖ്യമന്ത്രിയും കൂടി ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന്, CPM രൂപീകരിച്ച നേതാവിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 100 വർഷം പിന്നിടുന്നതുവരെ അത്രയും വയസ്സോളം ജീവിച്ച, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിനൊപ്പം ചേർത്ത് വെക്കാൻ കഴിഞ്ഞ ഒരു നേതാവിൻ്റെ ഓർമ്മ ആണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മ ആയി മാറാൻ പോകുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എത്രയും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ, ഏറ്റവും അർഹിക്കുന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു യാത്രാമൊഴി നൽകാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. CPM അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് പൂർണ്ണമായും ഒരുക്കിയിരിക്കുന്നത്. റെഡ് വോളണ്ടിയർമാർ കൃത്യമായി, പോലീസ് എങ്ങനെയാണോ പെരുമാറുന്നത് അതിന് സമാനമായ രീതിയിൽ കൃത്യമായ അച്ചടക്കത്തോടെ ആളുകളെ എത്തിക്കാനും, ഓരോ വരിയിൽ ഓരോ ആളുകളെയായി കടത്തിവിട്ട് VS-ന് അവസാനമായി ഒരു നോക്ക് കാണുകയും, ഒപ്പം തന്നെ VS-ന് ആദരാഞ്ജലികളും അഭിവാദ്യങ്ങളും അർപ്പിച്ച് മടങ്ങുവാനും ഒക്കെയുള്ള സൗകര്യമാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ CPM-നെ സംബന്ധിച്ചിടത്തോളം പറയാറുണ്ട്, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ രീതിയാണ് CPM-നുള്ളത്. ആ സംഘടനാ രീതി VS എന്ന മഹാമനുഷ്യൻ, CPM-നെ രൂപീകരിച്ച മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തോളം അത്രയും പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന പൂർണ്ണമായ
അർഹമായ എല്ലാ ബഹുമതികളും എല്ലാ സ്നേഹവും നൽകിക്കൊണ്ടാണ് CPM-ഉം ഒപ്പം തന്നെ മലയാളവും കേരളവും അദ്ദേഹത്തിന് വിട പറയാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ജനപ്രവാഹം, അതൊരു വലിയ ജനങ്ങൾ ചേർന്നുള്ള ഒരു കടലായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഇപ്പോൾ DC ഓഫീസിൽ തന്നെയാണ് ഭൗതികദേഹമുള്ളത്. അവിടെ ഒരു പൊതുദർശനം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. അവിടെ പറ്റാവുന്ന ആളുകൾക്കൊക്കെ VS-ന് അവസാനമായ ഒരു നോക്ക് കണ്ട് പുഷ്പചക്രം അർപ്പിക്കാനുള്ള ഒരവസരം പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കടന്നു വരുന്നുണ്ട്.